ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി വെറും 2 ആഴ്ച മാത്രമേ 2 ആഴ്ചയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്കിന്ന് 10-15 രൂപ വെച്ച് വാങ്ങിക്കുന്ന നെയിം സ്ലിപ്പ് നമുക്കിന്ന് ഹാൻഡ് മെയ്ഡായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ A4 ഷീറ്റ് എല്ലാവരും വീട്ടിലുണ്ടാകുന്ന കഴിയും. പിന്നെ സ്കെച്ചോ കളർ പെൻസിൽ, പിന്നെ A4 ഷീറ്റ് ഞാൻ A4 ഷീറ്റ് എടുത്തിട്ട് പകുതിയാക്കിയിട്ട് അത് ഞാൻ ട്രേസ് ചെയ്ത് കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ട്രേസ് ചെയ്തതെന്ന് വെച്ചാൽ പിൻട്രസ്റ്റിൽ നിന്നാണ് ട്രേസ് ചെയ്തത്. അപ്പോൾ പിൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ക്യൂട്ട് പിക്ചേഴ്സ്, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എങ്ങനെ വെച്ചാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ സിമ്പിളായിട്ടുള്ള നെയിം സ്ലിപ്പ്, വളരെ ക്യൂട്ടും ആയിട്ടുള്ള എസ്തറ്റിക് ലുക്കുള്ള ഒരു നെയിം സ്ലിപ്പാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ നെയിം സ്ലിപ്പ് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കാത്ത എന്താ പറയുക, പിക്ചേഴ്സ് ഒട്ടിക്കാത്ത നെയിം സ്ലിപ്പ് എത്തിക്കും. അത് ഞാനിത് ഒരു സർക്കിൾ ഓവൻ ഷേപ്പിൽ നിന്ന് വരച്ചെടുത്തിട്ട് ഇനി അതെല്ലാം വരക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിരിക്കും. ഇതേപോലെ എല്ലാ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ നെയിം സ്ലിപ്പിലും നമുക്കിതേപോലെ ഗം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, അതില്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് പൊതി മതി. അപ്പോൾ ഞാൻ പൊതിയാണ് എടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്, അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്പെറൻറ്റ് പൊതി എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് പൊതി സ്കൂളൊക്കെ തുറക്കുമ്പോൾ വാങ്ങിക്കാമല്ലോ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന എത്ര ദിവസം മുമ്പ് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത് ട്രാൻസ്പെറൻറ്റിലാണല്ലോ ഒട്ടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, വേഗം ഒട്ടിക്കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഗമ്മൊക്കെ ഒന്ന് പോയി ഒട്ടിയായിട്ട് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ ഗമ്മൊട്ടിച്ച ഒരു ഭാഗത്തോട്ടേക്ക് പക്ഷേ കുറച്ച് വെള്ളമായി കൊടുത്തിട്ട് ഒട്ടിച്ചാൽ മതി. ലട്ടുലായിട്ട് നല്ല കട്ടി കിട്ടും, നമുക്ക് നല്ല രസം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതേപോലെ വെള്ളമാക്കിയിട്ട് കാണിച്ചു തരും. ഇതേപോലെ ഫസ്റ്റ് അതിന് ബേക്കിലോട്ട് പിന്നിലിട്ടിട്ട് ഞാൻ ഗമ്മൊട്ടിച്ച ഒരു ഭാഗത്തേക്ക് വെള്ളമാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഡയറക്റ്റ് വെള്ളമാക്കരുത്. അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നന്നായി ഉണങ്ങിയില്ല. അപ്പോൾ ഗമ്മൊക്കെ ഒന്ന് വന്നിട്ട് ട്രാൻസ്പെറൻറ്റ് നിന്ന് പറഞ്ഞു വരും. അങ്ങനെ നമുക്ക് ബുക്കിൽ ഒട്ടിക്കാനായിട്ട്